പ്രോജക്റ്റ് ലെവലിൽ ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിൻ്റെ ഭാഗമായിട്ടൊരു ബോധവൽക്കരണ ക്ലാസ്സും ക്വിസ് മത്സരവും നമ്മുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ ബെനിഫിഷ്യറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജ് കുട്ടികൾ, കൗമാര കുട്ടികൾ മുതൽ പ്രഗ്നൻ്റ്, ലാക്ടേറ്റിംഗ് ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്, അതുപോലെ അതിനോടനുബന്ധിച്ചൊരു ക്വിസ് മത്സരം, ന്യൂട്രീഷനിസ്റ്റിൻ്റെ ഒരു ക്ലാസ്, ഹെൽത്ത് സ്റ്റാഫിൻ്റെ ഒരു ക്ലാസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ ഒരു പരിപാടി നമ്മൾ പ്രോജക്റ്റ് തലത്തിലും അതുപോലെ ജില്ലാ തലത്തിൽ ഇന്നലെ നടത്തി കഴിഞ്ഞു. അതിൻ്റെ ഒരു സമാപനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം മഞ്ചേശ്വരം ICDSനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആരോഗ്യവകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി, ബ്ലോക്ക് ഭരണസമിതിയിലൊക്കെ സഹകരണത്തോടുകൂടി ആയിരിക്കാം ഇതിനു മുമ്പിലൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ അംഗൻവാടികൾ, നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുകുട്ടിയതാണ്, അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം, നമ്മുടെ ബെനിഫിഷ്യറി. അപ്പോൾ AG മുതൽ പ്രഗ്നൻ്റ് സ്റ്റേജ് കഴിഞ്ഞ് ലാക്ടേറ്റിംഗ് മദർ എന്ന് പറയുമ്പോൾ 6 മാസം വരെയാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് നിർബന്ധമായി കൊടുക്കേണ്ടത്. 2 വയസ്സ് വരെ നമ്മൾ അത് തുടരണം. അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ നമ്മുടെ ഡോക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്, ഹെൽത്ത് സ്റ്റാഫ് ഉണ്ട്, അതുപോലെ ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം നമ്മുടെ ഈ ICDS ടീം മഞ്ചേശ്വരം ബ്ലോക്കിൻ്റെ കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളിലെയും ബെനിഫിഷ്യറീസിന് എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ സാധിക്കും, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്, കുഞ്ഞിൻ്റെ ആരോഗ്യം, അമ്മയുടെ ആരോഗ്യം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് അനീഫ് അവർകളാണ്. അവർ ഈ പരിപാടിയിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയില്ല നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ്. കറക്റ്റ് 11 AM എന്നാണ് നമ്മൾ പറഞ്ഞത്. കറക്റ്റ് ടൈമിൽ പ്രസിഡന്റ് ഇവിടെ എത്തിയിരുന്നു. പ്രസിഡന്റിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ഹമീദ് അവர்களായിരുന്നു. അദ്ദേഹം എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ ശ്രീമതി ഷംസീന അവர்களാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റിക്വസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ മഞ്ചേശ്വരം PHC ഡോക്ടർ പ്രഭാകർ റായ് അവർ, ഡോക്ടർ എത്ര തിരക്കുണ്ടെങ്കിലും ആ സമയം മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ഹെൽത്ത് സ്റ്റാഫാണ്. ജയച്ചയിനെ എനിക്ക് പരിചയമുണ്ട്. HIനെ നേരിട്ട് കാണാൻ പറ്റിയില്ല, എന്നാലും ഇവരൊക്കെ നമ്മുടെ ഈ ഒരു പരിപാടിക്ക് എത്തിയതിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ക്ലാസ് ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ ക്ലാസ് എടുക്കുന്നതിനായിട്ട് നമുക്ക് എത്തിച്ചേർന്ന നമ്മുടെ അനഘ ഇന്ന് രാവിലെയാണ് വിളിച്ചത്. 12 മണിക്കുള്ള എത്താൻ പറഞ്ഞാൽ കൃത്യസമയത്ത് അനഘ എത്തി. ഒരുപാട് അതിന് നന്ദി കൂടിയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അനഘയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എൻ്റെ സഹപ്രവർത്തകരായ സ്നേഹം നിറഞ്ഞ ഇവിടെ എത്തിച്ചേർന്നുള്ള